ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ അടുത്ത ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു പവൻ്റെ നില 61,000 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ്. ഈ അനിശ്ചിതത്വം തന്നെയാണ് US ഫെഡറൽ റിസർവിന് പലിശ നിരക്കിൽ കുറവ് വരുത്താൻ കഴിയാതെ പോയത്. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റ ഉടനെ തന്നെ അതിന് മുമ്പൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും പലിശ നിരക്ക് കുറയ്ക്കും, ഞാൻ അതിനുള്ള നിർദ്ദേശം ഫെഡറൽ റിസർവിന് കൈമാറും എന്നുള്ള രീതിയിൽ ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവൽ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ അത്ര മാനിച്ചിട്ടില്ല. ഇത്തവണ ഏതായാലും അടിസ്ഥാന പലിശ നിരക്ക് 4.25% അതുപോലെ തന്നെ 4.50% ഇടയിലായി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതായത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പണപ്പെരുപ്പം ഉയർന്ന തോതിൽ തന്നെ തുടരുകയാണ്. അത് താഴ്ന്നു എന്ന് നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്ന സ്ഥിതിയില്ല. അതുമാത്രമല്ല, സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പലിശ നിരക്ക് ഒരു റേറ്റ് കട്ടിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് റേറ്റുകളിൽ മാറ്റം വരുത്തുന്നില്ല, സ്റ്റാറ്റസ് കോ തുടരുകയാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് വിരുദ്ധമായി US ഫെഡറൽ റിസർവ് നീങ്ങുകയാണ്. ഇത് കാണിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്തും അമേരിക്കൻ സാമ്പത്തിക രംഗത്തും ഒക്കെ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് റേറ്റ് കട്ടിലേക്ക് പോകാൻ കഴിയാതെ പോയത്. ഈ സാഹചര്യം തീർച്ചയായിട്ടും വളരെ ആശങ്കയുണർത്തുന്നതാണ്. ഏതായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, സ്വർണ്ണവില ഈ സാഹചര്യത്തിൽ ഉയരുന്നതിനുള്ള എല്ലാ സാധ്യതയും ആഗോള വിപണിയിൽ നിലനിൽക്കുകയാണ്.